Hi children, this is your political science class. Today we are discussing the 8th chapter. We are discussed earlier in the last class. We are discussed the confronting marginalization and what is the laws or the what are the rights given by Constitution. Fundamental rights again, Article 17 and Article 15 we are already studied. And we are saying the story of Ratnam or the case study of Ratnam. Ratnaminte oru ritual alle he was not ready to do the ritual because he was educated and he know it is not a good thing to do, so he refused to do the ritual. We can see what happened in the future. Those from Ratnam's own caste were fearful of angering the powerful. Many worked on their fields as daily wages labor. അപ്പോൾ ആ refuse ചെയ്തത്, അതായത് ഒരു റിച്വലായിരുന്നു. എന്ത് റിച്വലായിരുന്നു? ദ പ്രീസ്റ്റിൻ്റെ അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. അവരുടെ പ്രീസ്റ്റിൻ്റെ കാല് കഴുകി ആ വെള്ളം കൊണ്ട് ആ ദലിത് കമ്മ്യൂണിറ്റി, രത്നം ഒരു ദലിത് കമ്മ്യൂണിറ്റി എന്നാണ്, അപ്പോൾ അവരുടെ കുടുംബമാണ് അത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് അവർ കുളിക്കണം എന്നുള്ളൊരു റിച്വൽ അവിടെ നടക്കുന്നു. പക്ഷേ ആരും സമ്മതിക്കുന്നില്ല, രത്നം സമ്മതിക്കുന്നില്ല. ബിക്കോസ് ഹി വാസ് എഡ്യൂക്കേറ്റഡ്, ഹി നോ ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു. സോ പക്ഷേ അവർക്ക് അവിടെ നിന്ന് എതിരാളികൾ വരികയാണ്. എവിടെ നിന്നാണ്? സ്വന്തം കാസ്റ്റിൽ നിന്ന് തന്നെ അവർക്ക് എതിരാളികൾ വരികയാണ്. നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിച്ച് വരികയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ബിക്കോസ് ദ പവർഫുൾ ആയിട്ടുള്ള കാസ്റ്റിൻ്റെ അവരാണ് ലാൻഡ് ഓണേഴ്സ്, അതായത് ഹൈ ക്ലാസ്സസ് ആണ് അവിടുത്തെ ലാൻഡ് ഓണേഴ്സ്. ഈ ലാൻഡ് ഓണേഴ്സിൻ്റെ ലാൻഡിലാണ് ഈ ദലിത് കമ്മ്യൂണിറ്റീസ് മുഴുവനും ജോലി എടുക്കുന്നത്. ഇഫ് ദ ദലിത് നോട്ട് റെഡി ടു ഡു ദ റിച്വൽ ആൻഡ് അതേഴ്സ് വർ സപ്പോർട്ടഡ് them, they were denied from the working in their land. അല്ലേ? നമ്മളിപ്പോൾ ഒരാൾ ആ ചെയ്തത് തെറ്റോ ശരിയോ നമ്മളുടെ ലൈവ്ലിഹുഡ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ആർക്ക് നേരെ തിരിഞ്ഞു? രത്നത്തിൻ്റെ നേരെയാണ് തിരിഞ്ഞത്. എന്തുകൊണ്ടാണ്? അവർക്ക് പേടിയാണ്, അവരുടെ ജീവിതം വഴിവിട്ടി പോകുമോ, അവരൊക്കെ ഈ വലിയ കാസ്റ്റിൻ്റെ അവരുടെ ലാൻഡിൽ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്, അപ്പോൾ അത് നിന്ന് പോകുമോ എന്നുള്ളൊരു പേടി. If the dominant caste decided to not call them, then what would they earn? അപ്പോൾ അവർ വിളിച്ചിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? How would they survive? They also declared that the worth of the local deity would strike them if they refused to give in. Ratnam argued that given that not a single Dalit had ever entered the temple, how could the deity be angry with them? അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ഡയറ്റി, അതായത് ആ ദൈവം നമ്മളോട് കോപിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും രത്നം എന്താ ചോദിക്കുന്നത്? നമ്മൾ അമ്പലത്തിലോ കയറുന്നില്ല, പിന്നെ എങ്ങനെയാണ് അമ്പലത്തിലെ ഡയറ്റി നമ്മളോട് ദേഷ്യം കാണിക്കാമെന്ന് ചോദിക്കുന്നു. ദ പവർഫുൾ കാസ്റ്റ് ഡിസൈഡഡ് ടു ടീച്ച് രത്നം എ ലെസൺ. ഹിസ് കമ്മ്യൂണിറ്റി വാസ് ഓർഡേർഡ് ടു ഓസ്ട്രൈസ് പറഞ്ഞാൽ പുറന്തള്ളപ്പെട്ട, അതായത് ആ വില്ലേജിൽ നിന്ന് തന്നെ പുറത്തു പോവുക. ഹിം ആൻഡ് ഹിസ് ഫാമിലി ആൻഡ് എവറി വൺ വാസ് ടോൾഡ് ദാറ്റ് no one should speak or do any work for them or with them. One night some men entered their part of village and set his hut on fire. കുറച്ച് ആൾക്കാർ വന്ന് അയാളുടെ രത്നത്തിൻ്റെ ഹട്ട്, അയാളുടെ ഒരു കുടിലായിരുന്നു, അത് തീ വെച്ച് നശിപ്പിക്കുന്നു. He managed to escape with his mother. Ratnam then went to file a case in the local police station under the Scheduled Caste and Scheduled Tribe Act 1989. അങ്ങനെ രത്നം പോയിട്ട് എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അത് ഏത് ആക്ട് അനുസരിച്ചിട്ടാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രൊട്ടക്ഷൻ ആക്ട് 1989 അനുസരിച്ചിട്ട് ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ കേസ് ഫയൽ ചെയ്യുന്നു. അതർ ദലിത് ഫാമിലീസ് സ്റ്റിൽ ഡിഡ് നോട്ട് കം ഔട്ട് ഇൻ ഹിസ് സപ്പോർട്ട് as they were scared that a similar fate might await them if they spoke out. ബാക്കിയുള്ളവരും മിണ്ടാതിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? രത്നത്തിൻ്റെ കൂടുതൽ കത്തിച്ച പോലെ ഞങ്ങളതും കത്തിക്കുക, നമ്മളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഫിയർ കൊണ്ട് അവരൊന്നും മിണ്ടിയില്ല. The case was picked up by the local media and that led to many journalists visit the village. Ratnam was written about the symbol of Dalit action. The ritual was called off, but his family was forced to move out. They continued to be ostracized by the powerful caste in the village. രത്നം വില്ലേജിൽ നിന്ന് പുറത്താകുന്നുണ്ട്, പക്ഷേ ഒരു റിച്വൽ കോൾ ഓഫ് ചെയ്യാണ്, നിർത്തിവെക്കാൻ പറയുകയാണ്. അങ്ങനെ ഒരു റിച്വൽസ് ഉണ്ടാവുന്നില്ല. ഇനി ബാക്കിയുള്ള തലമുറകൾക്കൊന്നും അത് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു
ഒരു ദളിത് ആക്ടിവിസ്റ്റായിട്ട് ഒരു ആക്ഷൻ അവരെടുത്ത ഒരു സിമ്പിൾ ഓഫ് ആക്ഷനായിട്ട് രത്നം ഉയർന്നു വരുന്നു. കുറേ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു റിച്വലെ കോൾ ഓഫ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് അപ്പോൾ ആ രത്നത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റിയത്? എന്തിനാണ് നമ്മൾ ഈ കേസ് സ്റ്റഡി നോക്കിയത്? ബിക്കോസ് ദർ ഈസ് ആൻ ആക്ട് ദാറ്റ് പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് ദ ദലിറ്റ്സ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഒരു ആക്ട്, അങ്ങനെ ഒരു ആക്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അതിനൊരു കേസ് എടുക്കാനും ആ റിച്വൽ കോൾ ഓഫ് ചെയ്യാനൊക്കെ സാധിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. എന്തൊക്കെ പ്രൊവിഷൻസ്, എന്തൊക്കെ ചെയ്താലാണ് എന്തൊക്കെ പണിഷ്മെൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുക? അതായത് ഒരു ദലിതിന് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഷെഡ്യൂൾഡ് ട്രൈബിന് നമ്മൾ എന്തൊക്കെ ചെയ്താൽ അവർക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ, അവരുടെ ഒരു കവറേജ്, ഒരു സേഫ് ഗാർഡ് എന്തൊക്കെയാണ്, അതിൻ്റെ ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. First one was force a member of scheduled caste or a scheduled tribe to drink or eat any inedible or obnoxious substances. അതായത് കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാധനം കഴിക്കാനോ അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യാനോ അവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. Forcibly remove clothes from the person of a member of a scheduled caste or a scheduled tribe, or parades him or her naked or with painted face or body, or commits any similar act which is derogatory to human dignity. അതായത് ഹ്യൂമൻ ഡിഗ്നിറ്റി, അവരുടെ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി ഉണ്ട്, ഒരു മനുഷ്യന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റീനല്ലാണ്ട് അവരുടെ വസ്ത്രങ്ങൾ അഴിക്കാനോ അവരുടെ നേക്കഡായിട്ട് നടത്താനോ അവരുടെ മുഖങ്ങളിൽ വല്ല ചായങ്ങൾ തേക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോഴ്സിബിളി നമ്മൾ ഒരാളെ ഒരു ഇഫ് ഹി ബിലോങ് ടു എ scheduled caste or scheduled tribe, we will punish. അങ്ങനെ ചെയ്യാൻ പാടില്ല. Secondly, it lists actions that disposes Dalits and Adivasis of their merger resources, of which force them into performing slave labor perform ചെയ്യാൻ പാടില്ല. അതായത് അടിമകളാക്കി വെക്കാൻ പാടില്ല. നമ്മൾ ലേബർ, അതായത് പണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? We should provide them wages. Thus the act set out a punish anyone who wrongly occupied or cultivates any land owned by or allotted to a member of scheduled caste or a scheduled tribe, or gets the land allotted to him transferred. അതായത് ഷെഡ്യൂൾഡ് ട്രൈബിനോ ഷെഡ്യൂൾഡ് കാസ്റ്റിനോ വേണ്ടി അലോട്ട് ചെയ്ത ആ ഒരു ലാൻഡ് അവിടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക. അതായത് ആ ഒരു ഗ്രൂപ്പിൽ പെടാത്ത ഒരാൾ കൾട്ടിവേറ്റ് ചെയ്യുകയോ റോങ്ലി ഓക്യുപ്പൈ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ പണിഷബിളാണ്. At another level, the act recognizes that crimes against Dalits and tribal women are of a specific kind, and therefore seek to penalize anyone who assaults or uses force on any woman belonging to scheduled caste or scheduled tribe with intent to dishonor her. അല്ലേ, ഡിസോണർ ചെയ്യാം അല്ലേ? അതൊക്കെ നമ്മളിപ്പോൾ സമൂഹത്തിൽ എപ്പോഴും എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് കാരണം അവർക്കൊന്നും വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരൊരു ഇത് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള പ്രൊവിഷൻസൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെല്ലാം. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിഷബിളാണ് എന്നാണ് 1989 ആക്ട് പറയുന്നത്. ഇനി വാട്ട് ഈസ് ആദിവാസി ഡിമാൻഡ് ആൻഡ് 1989 ആക്റ്റും കൂടി നോക്കാം നമുക്ക്. The Act 1989 is important for other reason. The Adivasi activists refer to it to defend their rights to occupy land that was traditionally theirs. As you read in the previous chapter, Adivasis are often unwilling to move from their land or forcibly displaced. Activists have asked those who have forcibly encroached upon tribal land should be punished under this law. അതായത് അവരുടെ ലാൻഡ് ഫോഴ്സിബിളി കൈവശം വെച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ പണിഷ് ചെയ്യണമെന്നാണ് ആക്ടിവിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആദിവാസി ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തും അവരിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്ത ലീഡേഴ്സാണ്. They have also pointed that the fact that this act merely confirms that has already been promised to tribal people in constitution, that land belonging to tribal people cannot be sold or brought by non-tribal people. അതായത് ട്രൈബൽ പീപ്പിളിന് കിട്ടിയ ലാൻഡ് അത് നോൺ ട്രൈബൽ ആയിട്ടുള്ള ഒരാൾക്ക് വാങ്ങാനോ വിൽക്കാനോ ഉള്ള അവകാശം ഇല്ല. C.K. Janu, an Adivasi activist, has also pointed out that
one of the violators of constitutional rights guaranteed to tribal people are governments in the various states of India. For it is they who allow non-tribal encroachers in the form of timber merchant, paper mills, etc. to exploit the tribal land and to forcibly evict tribal people from their traditional forests in the process of declaring forests as reserved or sanctuaries. അതായത് ഈ പേപ്പർ മിൽസ്, ടിമ്പർ മെർച്ചൻസ് ഒക്കെ എവിടെയാണ് വരുന്നത്? ഫോറസ്റ്റിലാണ് വരുന്നത്. അവർ ഫോഴ്സിബിളി ആരെ പുറത്താക്കണം? ആദിവാസീസിനെ അല്ലെങ്കിൽ ആ ട്രൈബൽ പീപ്പിളിനെ അവരുടെ ഏരിയയിൽ നിന്ന് പുറത്താക്കണം. അപ്പോൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്താൽ ഈ ലോ അനുസരിച്ച് നമ്മളെന്താണ് പണിഷബിളാണ്. She has also noted that in case where tribals have already been evicted and cannot go back to their lands, they must be compensated. ഇനി ഗവൺമെൻറ് തന്നെ അവരെ പുറത്താക്കുകയാണ്, എവിക്റ്റ് ചെയ്യുകയാണ്, പുറത്തേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ they will be compensated. അവർക്ക് വേറെ ലാൻഡ് അവർ കൊടുത്തോളണം. That is, the government must draw up plans and policies for them to live and work where elsewhere. After all, governments spend large sums of money on building industrials or other projects on land taken from tribals. So why should they reluctant to spend even very modest amount on rehabilitation and the displaced? അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എന്താക്കണം? കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ളതും ഒരു അക്കോർഡിംഗ് ടു ദാറ്റ് ലോ. അപ്പോൾ ആ ഒരു ലോ ആണ് 1989 ലോ. അപ്പോൾ ആ ലോ നിങ്ങൾ നല്ലോണം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് കൊടുക്കുന്ന റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതാണ് ഈ 8th ചാപ്റ്റർ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു ചിൽഡ്രൻ.